ഓക്കെ, ഞാനിന്നിവിടെ റിഫ്രഷബിൾ ബ്രെയിൽ ഡിസ്പ്ലേ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഡിവൈസിനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ കയ്യിലുള്ളത് ഓർബിറ്റ് റീഡർ എന്ന് പറയുന്ന റിഫ്രഷബിൾ ബ്രെയിൽ ഡിസ്പ്ലേ ആണ്. ഇത് പല സൈസിൽ വരുന്നുണ്ട്. ഇപ്പോൾ കയ്യിലുള്ളത് ഒരു 40 സെൽസിൻ്റെ റിഫ്രഷബിൾ ബ്രെയിൽ ഡിസ്പ്ലേ ആണ്. ഇത് 20 സെൽസിൻ്റെ റിഫ്രഷബിൾ ബ്രെയിൽ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ സെൽ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കോസ്റ്റൊക്കെ വരുന്നത്. ഇത് 20 സെൽസാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് 40 സെൽസിൻ്റെയാണ്. ഇതിനെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇതിൽ ഓൺ ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിലൊരു ബട്ടൺ ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലൊരു ബട്ടൺ. ഇത് കുറച്ച് നേരം പ്രസ് ആകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഒരു ബ്രെയിൽ ഡോട്ട്സ് പൊന്തി വരും. അപ്പോഴാണിത് ഓണായിരിക്കുന്നത്. ഈ ഭാഗമാണ് ഡിസ്പ്ലേ, അതായത് ബ്രെയിൽ ഡോട്ട്സ് നമുക്ക് വായിക്കാനുള്ള 40 സെൽസ് വരുന്ന ഭാഗമാണ് ഈ ഇവിടെ കാണുന്നത്. ഇവിടെ ഇപ്പോൾ SD കാർഡ് ഓണായി വന്നപ്പോൾ കാണിച്ചിട്ടുണ്ട്. അത് ഇവിടെ വരെയാണ് ഇത് വരുന്നത്. ഇതിൻ്റെ മേലിൽ കാണുന്ന കഴ്സർ റൂട്ടിംഗ് ബട്ടൺ എന്ന് പറയുന്നത്. കഴ്സർ റൂട്ടിംഗ് ബട്ടൺ എന്ന് വെച്ചാൽ ഈ ഡിവൈസസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിതിൽ എഡിറ്റ് ചെയ്യാനും കോപ്പി ചെയ്യാനും കട്ട് ചെയ്യാനും, ഉദാഹരണത്തിന് ഒരു ലാപ്ടോപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അത് ഏകദേശം എല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ പേപ്പറിൽ എഴുതുമ്പോൾ നമുക്ക് അറിയാം, എഴുതിയിട്ട് നമുക്ക് മായ്ച്ചു കളയാൻ ഒന്നും സാധിക്കില്ല. പക്ഷേ നമ്മളൊരു കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, സെലക്ട് ചെയ്ത് കട്ട് ചെയ്യുകയോ പേസ്റ്റ് ചെയ്യുകയോ കോപ്പി ചെയ്യുകയോ പേസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതൊക്കെ എല്ലാം സാധിക്കുന്ന ഒരു ഡിവൈസാണ് ഈ റിഫ്രഷബിൾ ബ്രെയിൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്ന കഴ്സർ റൂട്ടിംഗ് ബട്ടൺസാണ് ഈ ഡിസ്പ്ലേയുടെ മേളിൽ കാണുന്നത്. ഇതൊരു 40, ഓരോ സെല്ലിന് ഓരോന്ന് വെച്ചൊരു 40 എണ്ണം ഉണ്ട്. ഇത് 40 സെൽസിൻ്റെ റിഫ്രഷബിൾ ബ്രെയിൽ ഡിസ്പ്ലേ ആയതുകൊണ്ട് ഈ ഡിസ്പ്ലേയുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും 2 കീസ് കാണാൻ സാധിക്കും. ഇവിടെ 2 എണ്ണം, ഒന്ന്, പിന്നെ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും 2 കീസ് കാണാൻ സാധിക്കും. ഇതാണ് പാനിങ് കീസ് എന്ന് പറയുന്നത്. അതായത് ഇത് അപ്പ് പാനിങ് കീസും ഈ സൈഡിൽ താഴെ, ഇത് 2 കീസാണ്, ഒന്ന് മേളിലും ഒന്ന് താഴത്തും. മേളിൽ പ്രസ് ചെയ്യുന്നതാണ് അപ്പ് പാനിങ് കീസ്, താഴെ പ്രസ് ചെയ്യുന്നത് ഡൗൺ പാനിങ് കീസ്. അതേപോലെ തന്നെ ഈ സൈഡിലുണ്ട്. ഇത് എന്തിനാണ് 2 സൈഡിലും കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ 2 കൈ കൊണ്ടാണ് ബ്രെയിൽ വായിച്ചു പോകുന്നത്. ഉദാഹരണത്തിന് ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ നമ്മുടെ ആ വരി അവസാനിക്കുന്നത് ഈ വലത്ത് ഭാഗത്താണെങ്കിൽ നമ്മൾ റൈറ്റ് പാനിങ് കീ, അടുത്ത വരിയിലോട്ട് പോകാനായിട്ട് റൈറ്റ് പാനിങ് കീ, ഡൗൺ പാനിങ് കീ പ്രസ് ചെയ്യണം. അല്ല, നമ്മൾ വായിച്ച് കുറച്ച് ഈ വരി അധികമില്ല, കുറച്ചേ ഉള്ളൂ, ഒരു 1-2 വേർഡേ ഉള്ളൂ. അപ്പോൾ ഈ സൈഡിൽ തന്നെയാണ് നമ്മുടെ കൈയെങ്കിൽ ഈ സൈഡിൽ പാനിങ് കീസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ഫ്രണ്ടിൽ സെൻട്രലായിട്ടൊരു സ്പേസ് ബാർ ഉണ്ട്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്പേസ് ഇടുന്നതിന് വേണ്ടിയിട്ടാണ് സ്പേസ് കീ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ കഴ്സർ റൂട്ടിംഗ് ബട്ടൻ്റെ മേളിലായിട്ട് കുറേ പെർക്കിംഗ് സ്പ്രെയിലറിൻ്റെ കീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ പെർക്കിംഗ് സ്പ്രെയിലറിൻ്റെ അതേ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കീസാണത്. അതായത് ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രെയിലർ കൈവയ്ക്കുന്ന പോലെയാണ് കൈവയ്ക്കേണ്ടത്. ഇപ്പോൾ ഇത് .1, .2, .3, അതായത് ഇതാണ് 3, .4ൻ്റെ ഇതാണ്, .5 ഈ വരലാണ്, .6. എങ്ങനെയാണോ പെർക്കിൻസ് ബ്രെയിലർ, നമ്മൾ പെർക്കിൻസ് ബ്രെയിലറിൽ എങ്ങനെയാണോ ടൈപ്പ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം .1 എന്ന് പറയുന്ന ഈ വരലിലാണ് പെർക്കിൻസ് കീബോർഡിൽ ചെയ്യുന്നത്. .2 ലെഫ്റ്റ് ഹാൻഡിൻ്റെ മിഡിൽ ഫിംഗർ, .3 ലെഫ്റ്റ് ഹാൻഡിൻ്റെ റിംഗ് ഫിംഗർ ഉണ്ടോ. അതേപോലെ .4 ഇവിടെ റൈറ്റ് ഹാൻഡിൻ്റെ ഇൻഡെക്സ് ഫിംഗർ വരും, മിഡിൽ ഫിംഗർ, അതേപോലെ റിംഗ് ഫിംഗർ. ഇങ്ങനെയാണ് നമ്മൾ കൈവയ്ക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ വേറെ 2 ബട്ടൺ കൂടെ കാണാം. ഇത് .7 ആണ് ഈ ലിറ്റിൽ ഫിംഗറിൽ വരുന്നത് ലെഫ്റ്റ് ഹാൻഡിൻ്റെ. അതേപോലെ റൈറ്റ് ഹാൻഡിൻ്റെ ലിറ്റിൽ ഫിംഗറിൽ വരുന്നത് .8 ആണ്. ഈ .7ഉം .8ഉം നമ്മളിതിൽ പല ഫംഗ്ഷനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു എഡിറ്റിംഗ് ഫീൽഡിലാണെങ്കിൽ ബാക്ക് സ്പേസ്, കമ്പ്യൂട്ടറിലെ ബാക്ക് സ്പേസിൻ്റെ യൂസ്, അത് പ്രീവിയസ് ക്യാരക്ടർ ഡിലീറ്റ് ചെയ്യാൻ .7 ആണ് യൂസ് ചെയ്യുന്നത്. ഗോ ടു ദ നെക്സ്റ്റ് ലൈൻ നമ്മൾ എൻ്റർ കൊടുക്കുന്ന അത് എൻ്റർ കീ ആയിട്ടാണ് .8 ഒരു എഡിറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ട് കുറച്ച് കീസ് കാണും. അതിൽ ഇവിടെ ആരോ കീസ് നമുക്ക് കാണാൻ സാധിക്കും. മേളിൽ അപ്പ് ആരോ, പിന്നെ അതിൻ്റെ ഇവിടെ ആയിട്ട് ഡൗൺ ആരോ, റൈറ്റ് സൈഡിൽ റൈറ്റ് ആരോ, ഇവിടെ ലെഫ്റ്റ് ആരോ. നടുക്കൊരുക്കേണ്ട അത് സെലക്ട് ചെയ്യും. ഇത് നമ്മൾ കുറേ മെനൂസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ്. ഞാൻ അതുകൂടാതെ ഇവിടെ ഒരു മെമ്മറി കാർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു മെമ്മറി കാർഡുണ്ട്. ഈ മെമ്മറി കാർഡ് നമുക്ക് എടുക്കാം. അതേപോലെ ഇത് ഈ സൈസിലുള്ള ഒരു മെമ്മറി കാർഡാണ്. ഇത് നമ്മളിങ്ങനെ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെമ്മറി കാർഡ് നമുക്ക് ഇട്ടിരിക്കുന്നത് ഇതാണ്. നമ്മളൊരു ഉദാഹരണം നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്നതും ഒക്കെ സേവ് ആകുന്നത് ഈ മെമ്മറി കാർഡിലാണ്. അപ്പോൾ അവിടെയാണ് മെമ്മറി കാർഡ്. പിന്നെ ഇവിടെ നമുക്കൊരു USB പോർട്ട് കാണാം ഈ സൈഡിൽ. ഇത് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. ഇവിടെ ചാർജിങ്ങിൻ്റെ ഒരു സ്ലോട്ടുണ്ട്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടും വളരെ ചുരുക്കി ഈ ഡിവൈസിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഡിവൈസ് ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് വായിക്കുന്നത്, അത് വെച്ച് എങ്ങനെയാണ് നമുക്ക് ഇതിൽ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് എഴുതാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. റൈറ്റ് സൈഡിലുള്ള പവർ ബട്ടൺ കുറച്ച് സെക്കൻഡ് ഞെക്കി പിടിക്കുന്നു. ഡിവൈസ് ഓണാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണ്ട ഈ ഓർബിറ്റ് റീഡർ 40ക്ക് നമുക്കൊരു സൗണ്ട് ഓണാക്കി ഇടാൻ പറ്റും. ഓരോ ആക്ഷനും ഓരോ സൗണ്ട് കിട്ടും.
അത് ഈ ഓർബിറ്റയുടെ 40യുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഒരു സൗണ്ട് കേട്ടു, പിന്നെ ബ്രെയിൽ ഡോട്ട്സ് പൊന്തി വരുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ വന്നു SD കാർഡെന്ന് ഇവിടെ എഴുതി കാണിച്ചു. ഞാൻ സെലക്ട് കീ കൊടുത്തിട്ട് SD കാർഡിൻ്റെ അകത്തോട്ട് കയറുക. ഇവിടെ എനിക്ക് ആവശ്യമായ ഫോൾഡറുകൾ, നമുക്കിവിടെ കമ്പ്യൂട്ടറിലെ പോലെയാണ് ഫോൾഡർ ഫയൽസ് അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരു ഫോൾഡറിലോട്ട് പോകുന്നു, ആ ഫോൾഡറിൽ കയറുന്നു. ഇവിടെ നമ്മൾ തയ്യാറാക്കി വായിക്കാനായിട്ട്, കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കാനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്, അതിലേക്ക് പോവുകയാണ്. ഞാൻ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന പോലെ വേണ്ട ഫോൾഡറിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ റീഡിംഗ് കാർഡ്സ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിലോട്ട് അത് സെലക്ട് ചെയ്തു. അതിൽ നിന്ന് ഞാൻ ഡൗൺ ആരോ അടിച്ച് എനിക്ക് വേണ്ട ഇതെടുക്കുകയാണ്. ഞാൻ റീഡിംഗ് കാർഡിൽ എത്തിയിരിക്കുന്നു. ഞാനിത് നാവിഗേറ്റ് ചെയ്ത് ഏത് റീഡിംഗ് കാർഡാണ് വായിക്കുന്നത് അതിലേക്ക് ചെന്നതാണ് ഇപ്പോൾ കണ്ടത്. ഞാനൊരിത് വായിക്കുകയാണ്. അമ്മുവിൻ്റെ മലർവാടി. അടുത്ത വരിയിലോട്ട് പോകാനായിട്ട് ഞാൻ ഈ പാനിക് കീ പ്രസ് ചെയ്യുന്നു. ഇത് അമ്മു. ഇവിടെ വരെ 2 വരി വരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലെ പാനിക് കീസ് പ്രസ് ചെയ്യാനാണ് എളുപ്പം. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് ഇവിടെ ഇത്രയും ഭാഗമൊന്നുമില്ല, അപ്പോൾ ഇവിടെ വരെ വരുന്നതിനേക്കാൾ എളുപ്പത്തിൽ വായിക്കാൻ ഈ പാനിക് കീസ് യൂസ് ചെയ്യുന്നു. അടുത്ത വരിയിലോട്ട് പോകാൻ അമ്മുവിൻ്റെ മലർവാടി. വീണ്ടും ഇവിടെ തന്നെ ഞാൻ പ്രസ് ചെയ്യുന്നു. അമ്മുവിൻ്റെ മലർവാടിയിലെ മലർ ചെണ്ടുകൾ. അപ്പോൾ ഞാൻ റൈറ്റിൽ പാനിക് കീസാണ് അവിടെ ഉപയോഗിച്ചത്. വീണ്ടും വായിക്കുന്നു. അടുത്ത വരി അമ്മുവിൻ്റെ മലർവാടിയിലെ മലർ ചെണ്ടുകൾ വാടി. അടുത്ത വരിയിലേക്ക് പോകുന്നു. അമ്മുവിൻ്റെ മുഖം വാടി. നമുക്കത് ആ ഫയൽ അവസാനിക്കുമ്പോൾ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കും. ഇത് ഓർബിറ്റയുടെ 40യിലാണ് നമുക്ക് കൂടുതൽ സാധിക്കുക. അതോടൊപ്പം എൻഡ് ഓഫ് ഫയൽ കൂടെ എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ആ ഫയൽ അവിടെ അവസാനിച്ചു എന്നുള്ളത്. നമ്മൾ ബാക്ക് കീ അടിക്കുന്നത് ബാക്ക് സ്പേസ് അടിച്ചിട്ട് .7 അടിച്ചിട്ട് പുറത്തേക്ക് വരാം. ഇങ്ങനെയാണ് ഇതിൽ വായിക്കാൻ സാധിക്കുന്നത്. നമുക്ക് വായിക്കാനായിട്ട് ഇങ്ങനെ ഇതിൽ സാധിക്കുന്നതാണ്. നമ്മൾ എഴുതിയിട്ടിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് നമുക്ക് ഇതിൽ അത് നമ്മൾ SD കാർഡിലാണ് സേവ് ആവുന്നത്. അത് നമുക്ക് ടച്ച് ചെയ്ത് തന്നെ ബ്രെയിനിൽ തന്നെ വായിക്കാൻ സാധിക്കും. പിന്നെ നമുക്കിത് എങ്ങനെ ഒരു ഇതിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഡിവൈസ് ഓണാക്കി ഫസ്റ്റുള്ള ഇതിൽ SD കാർഡിലാണ് നിൽക്കുന്നത്. ഞാൻ SD കാർഡിൽ സെലക്ട് കീ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറണം. ഓരോ ഫോൾഡറിൻ്റെ ഉള്ളിലോട്ടും കയറാനായിട്ട് നമ്മൾ സെലക്ട് കീ ആണ് അടിക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം 4 ആരോസിൻ്റെ നടുക്കുള്ളൊരു കീ ആണ് സെലക്ട് കീ. ഞാനത് പ്രസ് ചെയ്യാണ്. സെലക്ട് കീ അടിച്ച് ഞാനത് ആ ഒരു മെയിൻ SD കാർഡിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇനി ഇവിടെ നമുക്ക് എവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്? ഇവിടെ ഒരുപാട് ഫോൾഡേഴ്സ് കിടപ്പുണ്ട്, ഫയൽസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലെ പോലെ ഏതെങ്കിലും ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്യണം. ഏതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേണം ഇവിടെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വേറെ ഒരു സ്കൂൾ എന്ന് പറഞ്ഞ ഒരു ഫോൾഡറാണ് എനിക്ക് എടുക്കേണ്ടത്. അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഡൗൺ ആരോ അടിക്കാം. നമുക്ക് ആ ഫയൽ കണ്ടെത്തണമെങ്കിൽ ഡൗൺ ആരോ അടിച്ചടിച്ച് ഇങ്ങനെ പോകും. ഞാൻ ഈ ഡൗൺ ആരോ കീ ഇതാണ്. ഇത് ഞാൻ ഒന്ന് പ്രസ് ചെയ്യുന്നു, ഒരു ശബ്ദം കേൾക്കും. ഇപ്പോൾ ലോക്കൽ എന്ന് പറഞ്ഞ ഒരു ഫയലാണ് വന്നിരിക്കുന്നത്. ഞാൻ വീണ്ടും ഡൗൺ ആരോ അടിക്കുന്നു. വീണ്ടും ഓർബിറ്റ് റീഡർ എന്ന് പറഞ്ഞ വേറൊരു ഫയൽ വന്നു. വീണ്ടും ഡൗൺ ആരോ അടിച്ച് പോകുന്നു. ഒരുപാട് എത്രയോളം ഫയലുണ്ട് നമ്മൾ അത്രത്തോളം നമ്മുടെ അത് കിട്ടുന്ന വരെ ഫയലുകൾ ഇങ്ങനെ ഡൗൺ ആരോ അടിക്കുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ഡിസ്പ്ലേയിൽ വന്ന് വായിച്ച് നോക്കണം ആ ഫയൽ അല്ലെങ്കിൽ ആ ഫോൾഡർ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഇതിൻ്റെ എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ നമ്മൾ കമ്പ്യൂട്ടർ ലെവലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണോ അത് പെർക്കിൻസ് ബ്രെയിലറിലെ അതേപോലെ തന്നെ ആ ലെറ്ററിൻ്റെ ഡോട്ട്സ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് പെട്ടെന്ന് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഡൗൺ ആരോ അടിച്ച് നമുക്കിങ്ങനെ നാവിഗേറ്റ് ചെയ്ത് വായിച്ച് നോക്കി നമുക്ക് അത് ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ കണ്ടെത്തേണ്ടി വരും. ഇങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ഡൗൺ ആരോ അടിച്ചിട്ട്. ഫോൾഡർ ഓർബിട്രിയുടെ 40 എന്ന് പറയുന്ന ഒരു ഫോൾഡറാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഓർബിട്രിയുടെ 40 യൂസർ ഗൈഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡറാണ് വന്നിരിക്കുന്നത്. അടുത്ത ഓർബിട്രിയുടെ 40 ഫേംവെയർ അപ്ഗ്രേഡ് എന്ന് പറയുന്നൊരു ഫോൾഡറാണ് വന്നിരിക്കുന്നത്. അടുത്ത സ്കൂൾ എന്ന് പറഞ്ഞൊരു ഫോൾഡറാണ് വന്നിരിക്കുന്നത്. എനിക്ക് വേണ്ടത് ഈ സ്കൂൾ എന്ന് പറയുന്നൊരു ഫോൾഡറാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഫോൾഡറാണ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കതാണ് വേണ്ടത്. അപ്പോൾ അതിലേക്ക് ഞാൻ നാവിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡൗൺ ആരോ അടിച്ച് ഡൗൺ ആരോ നമ്മുടെ എളുപ്പ വഴി എന്താണോ നമ്മുടെ സ്കില്ല് പോലെ യൂസ് ചെയ്യാം. അപ്പാരോ എളുപ്പം കിട്ടുന്നത് അപ്പാരോ ആണെങ്കിൽ അപ്പാരോ യൂസ് ചെയ്യാം, ഡൗൺ ആരോ യൂസ് ചെയ്യാം.
അതല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ യൂസ് ചെയ്യാം. സ്കൂളിൻ്റെ എസ് ബ്രെയിലിൽ അടിച്ചാൽ മതി. 2, 3, 4 എന്നുള്ള ബ്രെയിൽ ഡോട്ട് എസ് അടിച്ചാൽ സ്കൂളിൽ നിന്നുള്ള ഫോൾഡർ അല്ലെങ്കിൽ എസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഫോൾഡേഴ്സ് പെട്ടെന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആ ഫോൾഡർ എത്തിയുകൊണ്ട് സെലക്ട് കീ അടിച്ചിട്ട് അതിൻ്റെ അകത്ത് കയറുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഈ ഫോൾഡറിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫയൽസും നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെയാണ് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ, ഒരു ടൈപ്പ് ചെയ്യുന്ന ഫയൽ എടുക്കാനായിട്ട്, ടൈപ്പ് ചെയ്യുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനുള്ളൊരു കമാൻഡാണ് സ്പേസ് എൻ. ഈ ഓർബിറ്റ് റീഡറിലെ സ്പേസ് പ്രസ് ചെയ്യുക, എന്നിട്ട് ബ്രെയിൽ ഡോട്ട് എൻ, അതായത് 1, 3, 4, 5 എന്നിൻ്റെ ഡോട്ട്സ് പ്രസ് ചെയ്യണം. സ്പേസ് ഞെക്കി പിടിച്ചുകൊണ്ട് തന്നെയാണ് 1, 3, 4, 5 പ്രസ് ചെയ്യുന്നത്. ഞാൻ സ്പേസ് ഞെക്കി പിടിച്ചു, എൻ അടിച്ചു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഈ ടൈപ്പിംഗ് ഏരിയയിൽ അല്ലെങ്കിൽ റീഡിങ് ഏരിയയിൽ നമുക്ക് ഒരു കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. 2 ഡോട്ട് ഇങ്ങനെ പൊന്തി താന്നും ഇരിക്കുന്നത്, അതായത് 7, 8 എന്നുള്ള ഒരു ഡോട്ടാണ് ഉയർന്നു വരെയും താഴ്ന്നു വരെയും ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്റർ വരുന്നത് ഈ പൊസിഷനിലായിരിക്കുമെന്ന് സൂചിപ്പിക്കാനാണ്. കഴ്സർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാൻ, നമുക്ക് ടൈപ്പ് ചെയ്യുന്ന ലെറ്ററിൻ്റെ റൈറ്റ് സൈഡിലൂടെ ഒരു കഴ്സർ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അതേ പൊസിഷൻ കാണിക്കാൻ വേണം, പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. അതാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന ലെറ്റർ ഈ കഴ്സർ എവിടെയാണോ ബ്ലിങ്ക് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് മുകളിലായിരിക്കും വരുന്നത്. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ടൈപ്പ് ചെയ്യുന്നത് നമുക്കറിയാം പെർക്കിങ്സ് കീബോർഡ് ബ്രെയിലറിൻ്റെ അതേ കീസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് അവിടെ വെക്കുകയാണ്. പെർക്കിങ്സ് കീബോർഡിൻ്റെ രീതിയിലാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം പെർക്കിങ്സ് കീബോർഡിലെ .1, 2, 3, 4, 5, 6 ആ രീതിയിൽ നമ്മൾ ചെയ്യണം. .1 എന്ന് പറയുന്നത് ഇത് നോക്കും, ഇതാണ് .1. .2 ഇതാണ്, .2 ഇത്, .3 എന്ന് പറയുന്നത് ഇത്, .4 ഇതാണ് .4, .5, .6. ഓക്കെ, ഇനി അതുകൂടാതെ .7 എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇവിടെ ഇതിൽ കാണാൻ സാധിക്കും. അത് ഈ കീയാണ് .7. .8 ഇതാണ്, അത് നമ്മൾ ചെറുപേരിലാണ് ഇതിൻ്റെ .7 .8 പ്രസ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ ഇതാണ് കീസ്, നമ്മൾ ഒരുമിച്ച് വെക്കുന്നു. ഓക്കെ, ഇനി ഞാൻ എഴുതാൻ തുടങ്ങുകയാണ്. കൃത്യമായിട്ട് ഫിംഗേഴ്സ് നമ്മൾ ഓരോ ഡോട്ട്സിൻ്റെയും പൊസിഷൻ അനുസരിച്ച് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ദിസ് ഈസ് എ മാംഗോ ട്രീ എന്നാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ക്യാപിറ്റൽ .6 പ്രസ് ചെയ്യുന്നു. ദിസ് ഈസ് എന്നുള്ള ടി അടിച്ചു, എച്ച് അടിച്ചു, ഐ അടിച്ചു, എസ് അടിച്ചു, സ്പേസ് അടിക്കുന്നു. ദിസ് ഈസ് ഐ അടിക്കുന്നു, എസ് അടിക്കുന്നു. ഈസ് എ സ്പേസ് അടിച്ചു, MANGO സ്പേസ് TREE ഫുൾ സ്റ്റോപ്പ്. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതിയ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, വായിക്കാൻ സാധിക്കും. ദിസ് ഈസ് എ മാംഗോ ട്രീ. അപ്പോൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്, ദിസ് ഈസ് എ മാംഗോ ട്രീ. നോക്കുക, കഴ്സർ പൊസിഷൻ നോക്കുക. ട്രീ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ വലത്ത് വശത്താണ് ഇപ്പോൾ ആ കഴ്സർ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ഡോട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെയാണ് ഇനി നമ്മുടെ അവസാനിച്ചിരിക്കുന്നത്, എഴുതി അവസാനിച്ചിരിക്കുന്നത് അവിടെയാണ്. ഇനി നമുക്ക് എഴുതണമെങ്കിൽ അവിടെ നിന്നാണ് കഴ്സർ പൊസിഷൻ വരുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിത് സേവ് ചെയ്യുകയാണ്. നമ്മളൊരു ഫയൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉദാഹരണത്തിന് നോട്ട്പാഡ് ഫയൽ അല്ലെങ്കിൽ സ്പേസ് തന്നെ അടിച്ച് നമ്മൾ വേണ്ടതൊക്കെ എഴുതി നമുക്കത് ഇതിൽ തന്നെ സേവ് ചെയ്ത് വയ്ക്കാം. ഞാൻ ഈ സെലക്ട് കീ പ്രസ് ചെയ്യുകയാണ് അടുക്കുള്ളത്. അത് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ എക്സിറ്റ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ അതൊന്നുകൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. പക്ഷേ ആ ഫയലിൽ തന്നെയായിരിക്കും നമ്മുടെ ഫോക്കസ്. നമ്മൾ ആ എഴുതിയ ഫയലിൽ തന്നെയായിരിക്കും ദിസ് ഈസ് എ മാംഗോ ട്രീ എന്നുള്ളതിലാണ്. അപ്പോൾ ബാക്ക് സ്പേസ് അടിച്ച് ഒന്നുകൂടെ പുറത്തേക്ക്, ഫയലിന് പുറത്തേക്ക് വരും. അപ്പോൾ അത് ആ ഫയൽ നമ്മുടെ ഏത് ഫോൾഡറാണോ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ എന്താണോ അതാണ് ഫയൽ നെയിമായിട്ട് ഇതിൽ സെലക്ട് ചെയ്യപ്പെടുക. നമുക്കിതിൽ ഫയൽ നെയിം കൊടുക്കാനുള്ള സംവിധാനമില്ല. ഇതിൻ്റെ ഫസ്റ്റ് വരിയിൽ എന്താണോ അത് ഫയൽ നെയിമായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ആ ഫയലിലൂടെ സേവ് ചെയ്യും. ദിസ് ഈസ് എ മാംഗോ ട്രീ എന്നാണ് നമ്മൾ ഫസ്റ്റ് ലൈനിൽ തന്നെ എഴുതിയത്. അത് തന്നെ ഫയൽ നെയിമായിട്ട് വന്നു. ഇത് നമുക്ക് റീനെയിം ചെയ്യാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ റീനെയിം ചെയ്ത് വേറെ ഫയൽ നെയിം കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ടൈപ്പ് ചെയ്തൊരു ഫയൽ സേവ് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു ഫയൽ അതിൻ്റെ SD കാർഡിൽ സേവ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചത്. അടുത്തത് നമ്മൾ ഈ ഓർബിട്രിയുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അതിന് നമ്മൾ ഓർബിട്രിയുടെ കമ്പ്യൂട്ടർ ഓണാണ് ഓൾറെഡി. അതിൽ നമ്മളൊരു USB കോഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഓർബിട്രിയുടെ അത് കണക്ട് ചെയ്യണം. അതേപോലെ തന്നെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഓപ്ഷൻ നമ്മൾ കണക്ട് ചെയ്യുന്നതിന് ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യണം. അതിൻ്റെ ഷോർട്ട് കട്ട് കീ ഞാൻ പ്രസ് ചെയ്യണം.
space.76 എന്നുള്ളത്. അത് ഡിസ്പ്ലേ കണക്ട് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എടുക്കാനാണ്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഹിറ്റ് ബ്രെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇത് നമ്മൾ ചെയ്യേണ്ടത് NVIDIA അതിൻ്റെ സെറ്റിങ്സ് മാറ്റാനാണ് കമ്പ്യൂട്ടറിൽ. ഞാൻ അതെടുക്കുകയാണ്. NVIDIA മെനു എടുത്തു, പ്രിഫറൻസ് സബ് മെനു എടുത്തിട്ട് സെറ്റിങ്സ് കയറുന്നു. ആടെ വരും ബ്രെയിൽ ഡിസ്പ്ലേ ഡൗൺ ആർ അടിച്ചു വരുന്നു. ഇവിടെ ഞാൻ ടാബ് അടിച്ചു പോകും. ചേഞ്ച് എന്നുള്ളത് ഞാൻ സ്പേസ് ബാർ കൊടുക്കുന്നു. ഞാൻ ഒന്നുകൂടെ ടാബ് ഡൗൺ ആർ അടിച്ച് വേണ്ട ബ്രെയിൽ ഡിസ്പ്ലേ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സ്റ്റാൻഡേർഡ് ഹിറ്റ് അല്ലെങ്കിൽ HID ബ്രെയിൽ ഡിസ്പ്ലേ നമ്മൾ സെലക്ട് ചെയ്തു. ടാബ് അടിച്ച് ഓക്കെ ഒന്നുകൂടെ ടാബ് അടിച്ചു ഓക്കെ കൊടുത്തോടെ നമുക്ക് ഡിസ്പ്ലേ കണക്ട് ആയി വന്നിട്ടുണ്ട്. ബ്രെയിൽ ഡിസ്പ്ലേ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ആയി. ഇനി ഞാൻ ബ്രെയിൽ ഡിസ്പ്ലേ തന്നെ ആണ് ഇനി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് ദിസ് PC T അടിച്ച് ഫസ്റ്റ് ലെറ്റർ നാവിഗേഷനിലൂടെ ദിസ് PC കണ്ടെത്തുകയാണ്. ദിസ് PC ഞാൻ അവിടെ സെലക്ട് ചെയ്ത് അതിൻ്റെ അകത്ത് കയറുന്നു. എൻ്റർ കീ അടിച്ച് അകത്ത് കയറുന്നു. എൻ്റെ ഫയലിൽ ഞാൻ സെലക്ട് ചെയ്യണ സ്പേസ് ബാർ അടിച്ച് ഞാൻ അകത്ത് കയറുന്നു. ഞാൻ ഫസ്റ്റ് ലെറ്റർ നാവിഗേഷനിലൂടെ അത് ഞാൻ അതിൻ്റെ അകത്ത് എൻ്റർ അടിച്ച് കയറുന്നു. ഡൗൺ ആർ അടിച്ച് നാവിഗേഷനിലൂടെ ഡൗൺ ആർ അടിച്ച് വേണ്ട ഫയലിലോട്ട് പോവുകയാണ്. റീഡിംഗ് കാർഡ് പറഞ്ഞ് ഞാൻ സ്പേസ് അടിച്ച് സെലക്ട് ചെയ്തു. അതിൻ്റെ അകത്ത് കയറി ഇപ്പോൾ നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അത് വായിക്കാൻ. നിഖിൽ ഈസ് എ ലിറ്റിൽ ബോയ്. അടുത്ത വരിയിലോട്ട് പോകുന്നു. ഹി ഹാസ് നോ ഫ്രണ്ട്സ്. Every evening he plays with a ball. So to the monkey sees the ball. Can I have that? He asks. Nikhil throws the ball to him. Chotu throws it back. They played. Nikhil has a friend now. ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫയലാണ് നമ്മളിപ്പോൾ ഇതുപോലെ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ വായിച്ചത്. അതായത് ഡിസ്പ്ലേ റിഫ്രഷബിൾ ബ്രെയിൽ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഓർബിറ്റ് റീഡർ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ സേവ് ചെയ്തിരിക്കുന്ന ഒരു ഫയൽ ബ്രെയിൽ ഡോട്ട്സിൽ നമ്മൾ വായിക്കാനൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. അടുത്ത് നമുക്ക് എങ്ങനെ ഒരു വേർഡ് എടുത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതായത് ബ്രെയിൽ ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ കമ്പ്യൂട്ടറിൽ ഒരു വേർഡിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി കമ്പ്യൂട്ടർ കണക്റ്റ് ആണ് ഡിസ്പ്ലേ ആയിട്ട്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ വേർഡ് എടുക്കുകയാണ്. ഡെസ്ക്ടോപ്പിൽ ഞാൻ വേർഡിൻ്റെ ഫസ്റ്റ് ലെറ്റർ W അടിക്കുകയാണ്. വേർഡ് ഞാനതിൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, വേർഡിലെത്തി കേഴ്സർ പൊസിഷനോടെ കാണിക്കുന്നുണ്ട്. കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്യാണ്. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് ടൈപ്പ് ചെയ്യാണ്. അവിടെ നമുക്ക് വായിച്ചു നോക്കാൻ സാധിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ M ആണ് ടൈപ്പ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ M ഡിലീറ്റ് ഇവിടെ വന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. COUM. ഇപ്പോൾ എന്തായാലും ബാക്ക് സ്പേസ് .7 അടിച്ച് ഞാൻ M ഡിലീറ്റ് ചെയ്യാണ്. M പോയി വീണ്ടും N അടിക്കുന്നു. ഇവിടെ നമുക്ക് വായിച്ചു നോക്കാൻ സാധിക്കും. ഇന്ത്യ ഈസ് മൈ കൺട്രി ഡിസ്പ്ലേ. അവിടെ L വന്നു പോയി അറിയാതെ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്നു. പോയി ഡിലീറ്റ് ചെയ്യും. അവിടെ T വന്നില്ല പ്രസ് ചെയ്തപ്പോൾ ഞാൻ H ഡിലീറ്റ് ചെയ്തിട്ട്
ഇങ്ങനെയാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. നമുക്കത് വായിച്ചു നോക്കാൻ സാധിക്കും. ഇന്ത്യ ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു വേർഡിൽ ടൈപ്പ് ചെയ്യുകയും അത് ബ്രെയിൽ ഡിസ്പ്ലേ വെച്ച് ടൈപ്പ് ചെയ്യുകയും ബ്രെയിൽ ഡിസ്പ്ലേ വെച്ച് അത് വായിച്ചു നോക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു നോട്ട് തയ്യാറാക്കണമെങ്കിൽ ബ്രെയിൽ അറിയുന്ന ഒരാൾക്ക്, കമ്പ്യൂട്ടർ അത്ര വശമില്ലാത്ത ഒരാൾക്ക് ഇത് കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അത്ര ടൈപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാൾക്ക് ബ്രെയിലിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിവൈസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്രെയിൽ ഡിസ്പ്ലേ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പ്രധാനമായി ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം 7ാം ക്ലാസ് കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് സാധാരണ സ്കൂളിൽ പോയിട്ട് കുട്ടികൾ പഠിക്കുന്ന രീതിയാണ്. അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് ഒരു പക്ഷേ ബ്രെയിൽ അറിയണമെന്നില്ല. ഒരു പക്ഷേ എന്നാലും അവർക്ക് അറിയില്ല, ബ്രെയിൽ അറിയാൻ അവർ പഠിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു വലിയൊരു ഗ്യാപ്പുണ്ട്. ഇതുവരെ ബ്രെയിൽ ഫോളോ ചെയ്ത് വരുന്ന ഒരു കുട്ടികൾ അല്ലെങ്കിൽ അവിടെ ആ ടീച്ചർക്കും ഈ കുട്ടിക്കും തമ്മിലൊരു നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാകും. അപ്പം ഇതിൽ കുട്ടി തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, ഈ ഒരു ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ ആ ഡിസ്പ്ലേയിൽ തയ്യാറാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു നോട്ട് അല്ലെങ്കിൽ ഒരു അസൈൻമെൻറ്റ് അത് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കാഴ്ചയുള്ള ഒരു ടീച്ചർക്ക് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക്, ബ്രെയിൽ അറിയാത്തൊരു ടീച്ചർക്ക് കമ്പ്യൂട്ടറിൽ അത് കൃത്യമായിട്ട് ഡിസ്പ്ലേ ആകുന്നതാണ്. സാധാരണ ലെറ്റേഴ്സിൽ അത് സൈറ്റഡ് ലെറ്റേഴ്സിൽ ആ ഡിസ്പ്ലേ ആകുകയും അത് വായിക്കാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം ടീച്ചർ തയ്യാറാക്കുന്ന ഒരു നോട്ട്, അവർക്ക് ബ്രെയിലിൽ ഒരു നോട്ട് തയ്യാറാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേർഡിൽ അല്ലെങ്കിൽ നോട്ട് പാഡിൽ തയ്യാറാക്കുന്ന ഒരു നോട്ട് ഈ ഡിവൈസിലോട്ട് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബ്രെയിലിലോട്ട് കൺവേർട്ട് ആകും, നമുക്കത് ബ്രെയിലിൽ വായിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു കാഴ്ച ബ്രെയിൽ അറിയാത്തൊരു ടീച്ചറും ഒരു സൈറ്റഡ് അറിയാത്തൊരു കുട്ടിയും അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡും തമ്മിലുള്ളൊരു അന്തരം അവിടെ ഏറെക്കുറെ പരിഹരിക്കപ്പെടും. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ഇത്തരം ഡിവൈസ് ഒരുപാട് പഠനത്തിന് ഹെൽപ്പ് ചെയ്യും. അത് കൃത്യമായിട്ട് ഇത്തരം പരിശീലനം, ഇത്തരം ഡിവൈസുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, പഠിക്കാൻ സാധിക്കും. കമ്പ്യൂട്ടറും ബ്രെയിൽ ഡിസ്പ്ലേ ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് സ്പെഷ്യൽ സ്കൂളല്ല, മിക്ക സ്പെഷ്യൽ സ്കൂൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശീലിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളോട് 1ാം ക്ലാസ് തൊട്ട് തന്നെ കുട്ടികളെ ഡിസ്പ്ലേ ഇത്തരം ഏതൊക്കെ ഡിവൈസസ് പുതിയതായിട്ട് വരുന്നു, ഡിജിറ്റൽ ഡിവൈസസ് പുതിയതായിട്ട് വരുന്നു, അതൊക്കെ നമ്മളോട് പരിശീലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കൃത്യമായ പരിശീലനം കിട്ടിയ ഒരു കുട്ടിക്ക് സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് 7ാം ക്ലാസ്സിന് ശേഷം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലോട്ട് പോയാലും യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല. വളരെ ഈസിയായിട്ട് പഠനം തുടരാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത.